കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഇന്നത്തെ ഒരു ഡേക്ക് സ്പെഷ്യലുണ്ട്. നമ്മൾ സൺഡേ ഇട്ടേ എണീക്കാൻ വളരെ വൈകി, 10-11 മണി ഏകദേശം ആവാറായി. അപ്പോൾ ഇന്ന് ആദിക്കുട്ടൻ ഒരു ചലഞ്ച് എടുത്തിരിക്കുകയാണ്. ഫുൾ വർക്കും ആൾ ചെയ്തു തരാമെന്ന്. ഫുൾ വർക്ക് എന്ന ആൾ ഉദ്ദേശിച്ചത് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരൽ മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു ഓഫ് ഡേ ഞാനിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. ഇടയിൽ ഇന്ന് ഈസ്റ്ററായിട്ട് ഞങ്ങൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വളരെ ലേറ്റായി എണീറ്റ് മെല്ലെ പല്ലൊക്കെ തേച്ച് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത്. നല്ല ഇടയിൽ കുറച്ച് മഴ പെയ്തുകൊണ്ടേ നല്ല നമ്മുടെ തെങ്ങിൻ തോട്ടം നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ളും നമുക്ക് കുറേ എന്താ പറയുക, മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ട്. പക്ഷേ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യക്കുട്ടൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് മെയിനായിട്ടുള്ള പണി വീഡിയോ എടുക്കൽ മാത്രമാണ്. അപ്പോൾ റൂമിൽ ഉള്ളിലേക്ക് അത്ര വെളിച്ചുണ്ടാവില്ല. പിന്നെ കുറേ പരിമിതികളുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോയെന്നറിയില്ല, അവൻ്റെ ചലഞ്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഇന്ന് അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ടോസ്റ്റിംഗ് ആണ്. ആൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഡേ ഫില്ല് ചെയ്യാമെന്ന്. എന്തായാലും ആൾ ഒരു ഇഷ്ടത്തോടെ ഒരു ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചതല്ലേ, അപ്പോൾ പിന്നെ അത് നടക്കട്ടെ എന്ന് ഞാനും കരുതി. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഇങ്ങനെ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും ബെറ്റർ അല്ലേ. എന്തൊക്കെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് വളരുക, ജീവിക്കേണ്ടി വരിക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ അവരെ പഠിപ്പിച്ചിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കി നിർത്തുക എന്നുള്ളത് ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷനാണെന്ന് തോന്നി. പിന്നെ ഭാവിയിൽ അവർക്കൊരു ഫ്യൂച്ചർ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കുക്കിങ്ങും കാര്യങ്ങളും ലേഡീസിന് മാത്രമല്ല എല്ലാവരും കൂടിയും ഒരു കോമണായി ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളൊരു തോട്ടായിരുന്നു മൈൻഡിൽ. ചെറിയ ചാലഞ്ചസൊക്കെ ചെയ്യാൻ ആൾക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് തമിഴ്നാട് വന്നപ്പോൾ അവൻ്റെ ക്യാരക്ടറും അവൻ്റെ ഒരു മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം ഏറെക്കുറെ ചെറിയ ഒരു പ്രായത്തിൽ നിന്ന് വലിയ കുട്ടി എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് മാറുമ്പോൾ ആളിൽ വരുന്ന ചില ചേഞ്ചസൊക്കെ നമുക്ക് ആക്സെപ്റ്റബിൾ ആയി തോന്നില്ല. അപ്പോഴും കുട്ടി തന്നെ ആയാൽ മതിയായിരുന്നു എന്ന് തോന്നും. എങ്കിൽ കൂടിയും ആളുടെ ഓരോ സ്റ്റെപ്പ് ഓഫ് ഗ്രോത്തിലും വളരെ ഒരു ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഹോസ്റ്റലിൽ നല്ല സ്ഥല സൗകര്യം വളരെ കുറവാണ്. എനിക്കും അവനും കൂടി ഒരു ചെറിയ റൂമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ ഒരുപാട് പരിമിതികൾ നിങ്ങൾ കാണും. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ആ പരിമിതികളെ ഒന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഞങ്ങളുടെ കുഞ്ഞു സന്തോഷത്തിൽ നിങ്ങളും കൂടിയും ഇതിൻ്റെ ഒന്ന് കണക്റ്റഡ് ആവുക. കാരണം ചില സമയത്തൊക്കെ നമുക്ക് കേൾക്കാനും കാണാനും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ വേറെ ആരെയും കിട്ടിയില്ലെങ്കിലും ഈ വീഡിയോ കാണുന്ന വളരെ കുറച്ച് പേരായിരിക്കും കാണുന്നുണ്ടാവുക, അറിയാം. പക്ഷെ ആ കാണുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നലിനും കൂടി വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ ഒറ്റപ്പെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും പെയിൻഫുള്ളാണ്. പിന്നെ ആദ്യക്കൂട്ടം കൂടുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളങ്ങ് മറന്നു പോകും. ജോലിയും തിരക്കും സ്കൂളിൽ പോക്കും എല്ലാം കാരണം നമുക്കിങ്ങനെ സ്ട്രെസ്ഫുള്ളായി നടക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചില ഹാപ്പിനെസ്സും ഒരു മൊമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ല, 3 ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും 1 ഗ്ലാസ് കട്ടൻ ചായ. ഇതാണ് അവൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവനെപ്പോഴും ഇങ്ങനെയാണ്, ചെറിയ അവനെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും ഹെൽപ്പ് ചെയ്ത് തരും. കാരണം എൻ്റെ ലോകം അവനും അവൻ്റെ ലോകം ഞാനും മാത്രമായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ആ ചില സാഹചര്യങ്ങളിൽ അവൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ അവൻ കൂടുതൽ ഡിപ്പെൻഡഡ് ആവുന്നതും ഞാൻ എൻ്റെ ഇമോഷൻസ് കുറച്ചും കൂടിയും എക്സ്പ്രസ് ചെയ്യാവുമ്പോൾ എന്നെ ഒരു കെയർ ചെയ്യുന്നതും ആ പാർട്ടെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ആദിക്കുട്ടനാണ്. ഈ വീട്ടിലെ ചെറിയ പല സാധനങ്ങൾക്കും ഒരുപാട് സ്റ്റോറീസും ഓർമ്മപ്പെടുത്തലും ഉണ്ട് എനിക്ക്. അപ്പോൾ ചില കാര്യങ്ങളെല്ലാം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഇമോഷണലി ഇൻബാലൻസായി കരഞ്ഞു പോകുന്നൊരു പ്രകൃതം എനിക്കുമുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ് ആദിക്കുട്ടൻ. അവനിങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരം കാര്യങ്ങളും മാത്രമുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ചില ഡെസ്പായിട്ടുള്ള ദിവസങ്ങൾ തന്നെ ഈസി ആയിട്ട് മൂവ് ഓൺ ആവും. എല്ലാം പറഞ്ഞ് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ? വീട്ടിലെല്ലാവരും ഹെൽപ്പ് ചെയ്ത് തരാറുണ്ടോ?
അവ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ തുടങ്ങി. കുറേ കൗണ്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടൊക്കെയാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ അവിടെ നിന്ന് തന്നെ അരി കൊണ്ടുവരും. റേഷനിലെ അരി കിട്ടുമ്പോൾ അവിടെ നിന്ന് അരി കുറച്ചെല്ലാം കൊണ്ടുവരും. നമ്മുടെ തമിഴ്നാട് ആയതുകൊണ്ട് ബോർഡറിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ നമ്മൾ വളരെ കുറച്ചല്ലേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ചെക്കിങ്ങിലൊന്നും പെട്ടിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് ബസ്സിലെല്ലാം ചെക്കിങ് എല്ലാം ഉണ്ടാവാറുണ്ട്. എങ്കിലും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഒരു അരി കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇവിടെ സ്കൂൾ വെക്കേഷൻ ഇപ്പം ഏപ്രിലാണ്, പക്ഷേ വെക്കേഷൻ അല്ല. വെക്കേഷൻ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ്യിലാണ്. ഇവിടെ ഇപ്പോൾ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആദ്യക്കുട്ടൻ ഈ വർഷം 6ാം ക്ലാസ്സിലെത്തി. ഇപ്പോൾ 6th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആൾക്കിപ്പോൾ ഇനി ഒരു മാസം 6ാം ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാസം മാത്രമാണ് നമുക്കിവിടെ വെക്കേഷൻ ഉള്ളത്. അപ്പോൾ വെക്കേഷനുള്ള സമയത്ത് എനിക്ക് 15 ദിവസവും ആദ്യക്കുട്ടന് 30 ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വരാനുള്ള ഒരു പ്ലാനാണ് ആ സമയത്ത്. പിന്നെ കുറേ പ്രോഗ്രാംസ് അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഇട്ട് ചോറ് വെക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെപ്പോഴും ഇവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളല്ലേ, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെന്നല്ല, കുട്ടികളെ കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കാതെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ആരൊക്കെയെങ്കിലും ഉണ്ടെങ്കിലേ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടാണ് അവരെ എഫക്റ്റ് ചെയ്യുക. കാരണം ഓവർ പാമ്പറിങ് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒന്നും നേടാനില്ല. പിന്നെ ഒരുപാട് ക്യാഷുള്ള കുറച്ചൊക്കെ റിച്ചായിട്ട് നടക്കുന്ന ആൾക്കാർ ചിലപ്പം ഓവർ പാമ്പറിങ് ചെയ്യുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എൻ്റെ ഒരു ചിന്താഗതി പ്രകാരം നമ്മളിങ്ങനെ ഓവർ പാമ്പറിങ്ങൊക്കെ ചെയ്തു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് നമ്മളവരെ മുന്നോട്ട് വളർത്തി കൊണ്ടുവരണം എന്നൊരു കോൺസെപ്റ്റ് എനിക്കില്ല. നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞ്, എല്ലാ പരാതികളും എല്ലാ സങ്കടങ്ങളും അറിഞ്ഞ് അവർ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും എത്ര കാലം ഉണ്ടാവും അങ്ങനെയൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഫ്യൂച്ചറിൽ നമ്മളിവരെ നമ്മുടെ കൂടെ നിർത്തും, അല്ലെങ്കിൽ നമ്മളെ നോക്കും, അങ്ങനെയുള്ള വ്യാമോഹങ്ങളും പ്രതീക്ഷകളൊന്നും ആയിട്ട് ആരും മക്കളെ വളർത്തരുത്. നമുക്ക് ഇതൊരു എന്നെ സംബന്ധിച്ചോളം ഞാനിതൊരു ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ കുറച്ച് ഹ്യൂമാനിറ്റിയും കുറച്ച് കൈൻഡ്നെസ്സും ഒക്കെ അവർക്ക് ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ളൊരു റോളെയാണ് ആക്ച്വലി പാരൻറ്റിങ് എന്നുള്ളതിൽ മാത്രം ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കിയുള്ളതെല്ലാം എക്സ്പെക്റ്റേഷൻസാണ്. നമ്മളെ നോക്കും, നമ്മൾ വയസ്സാകുമ്പോൾ നോക്കും, നമ്മളങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഒരു കാര്യമില്ല. ആ എക്സ്പെക്റ്റേഷൻ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് എവിടെ എത്തും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഭാവിയിൽ ഫ്യൂച്ചറിൽ അവർ നമ്മളെ നോക്കും, ഫ്യൂച്ചറിൽ അവരത് ചെയ്യും ഇത് ചെയ്യും, അതൊന്നും വിചാരിച്ചിട്ട് നോക്കാൻ നിൽക്കരുത്. പ്രസൻ്റ്ലി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുക അവരെ ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റുക, അല്ലെങ്കിൽ കുറച്ചെല്ലാം കൈൻഡ്നെസ്സും ഹ്യൂമാനിറ്റിയും എല്ലാവരോടും നല്ല രീതിയിലുള്ള ബിഹേവിങ്സും പ്രസൻ്റ്ലി നടക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒന്ന് ബെറ്റർ ആക്കാമെന്ന് മാത്രമാണ് നമ്മളെക്കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ പ്രസൻ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം. അതാണ് പാരൻറ്റിങ്ങിൽ നിന്നാണ് ഞാൻ കുറച്ചും കൂടി കരുതുന്നത്. പക്ഷേ ആൾക്ക് കുക്കറിൻ്റെ മുടിയൊന്നും ഇടാൻ അറിയുന്നില്ല. അപ്പം ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്ത് വിസിലും വരാനുള്ള ഗ്യാസ് ഓണാക്കി വെച്ചു. പിന്നെ നെക്സ്റ്റ് പരിപാടി എനിക്ക് കുറച്ച് വാഷിംഗ് ഉണ്ട്. അപ്പോൾ അത് ആളെന്നെ മുൻകൈ എടുത്തിട്ട് ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റലിൽ കുറേ പരിമിതികളുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ ഒരു തെങ്ങിൻ തോപ്പും നമ്മുടെ അലക്കുകല്ലും ഇതൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ പ്രത്യേക വൈബാണ്. നല്ല മഞ്ഞും നല്ല തണുപ്പും നല്ല സെറ്റായിട്ടുള്ള ഒരു കാലാവസ്ഥയും അതൊക്കെ അടിപൊളിയാണ്. നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുമെങ്കിലും ഇവിടുത്തെ വെള്ളം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാർഡ് വാട്ടറാണ്. എന്ത് തന്നെ ആണെങ്കിലും നമ്മുടെ പാത്രങ്ങളിലും വാഷ് ബേസിനിലും ഒക്കെ വൈറ്റ് കളറുള്ള അങ്ങനെ ഒരു പാട് വന്ന് കിടക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ സിങ്കും എത്ര കഴുകിയാലും എത്ര വൃത്തിയാക്കിയാലും ആ ഒരു പാട് പോവില്ല. നിങ്ങൾ കരുതും അത് വൃത്തിയില്ലാഞ്ഞിട്ടാണെന്ന്. അത് വൃത്തിയില്ലാഞ്ഞിട്ടല്ല കേട്ടോ. നമ്മൾ എത്ര ഉരച്ച് വൃത്തിയാക്കി പിറ്റേ ദിവസം അതിൽ വെള്ളം വീണാലും ഈ പറഞ്ഞ വൈറ്റ് പാടുകളായിരിക്കും. അത്ര ഹാർഡ് വാട്ടറാണ് ഇവിടെ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തു. ആളെല്ലാം പിഴിഞ്ഞ് തന്ന് നമ്മളത് ഇടാനുള്ള സെറ്റപ്പാണ്. ഞാൻ വിരിച്ചിടാൻ നിന്നു. പിന്നെ പോയി നോക്കിയപ്പോൾ നമ്മുടെ കുക്കർ ബാക്കിയുള്ള പരിപാടിയൊന്നും ഞാൻ അവനെക്കൊണ്ട് ചെയ്തില്ല. കാരണം നല്ല ചൂടല്ലേ, ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അത് ചെയ്തില്ല. പക്ഷേ ആളാണ് അരിയിട്ടതും ഇതെല്ലാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പോയി. അപ്പം ഞാനത് അരി വറുക്കാനുള്ള പരിപാടിയിലാണ്. ചൂടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും കുറച്ചും കൂടി. എന്ത് ചലഞ്ചാണ് എന്താണെന്ന് പറഞ്ഞാലും
നമുക്കറിയാലോ എത്രമാത്രം ഒരു 11 വയസ്സുള്ള ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വയസ്സുള്ള കുട്ടികളെ കൊണ്ട് എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുക. കുറച്ചെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റിക്കൊടുക്കുക. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. എൻ്റെ പീരീഡ്സിൻ്റെ സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ആദിക്കുട്ടൻ. ആ സമയത്താണ് ഈ കുഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ, ചായ വയ്ക്കൽ, ഓംലെറ്റ് ഉണ്ടാക്കൽ, ബ്രെഡ് ടോസ്റ്റിങ്, മാഗി ഉണ്ടാക്കൽ, ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ അന്നാണ് പഠിച്ചത്. കാരണം മിക്ക ദിവസവും എനിക്ക് ഓഫീസിൽ ലീവ് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി ലീവില്ലാത്തതുകൊണ്ട് ആ ഒരു പെയിനും സ്ട്രെയിനും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് സ്കൂളിൽ പോവുക. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അന്നത്തെ ഫുൾ ഓൺ ഡ്യൂട്ടി ചെയ്യുന്ന ആൾ നമ്മുടെ ആദിക്കുട്ടനാണ്. ഇവണത് എനിക്ക് പാഡ് എടുത്ത് തരലാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഹോട്ട് ബാഗ് വെച്ച് തരൽ, ഹോട്ട് ബാഗ് ചൂടാക്കൽ, ഇങ്ങനത്തെ പരിപാടികളെല്ലാം അവനാണ് ചെയ്യാറ്. ഇതേപോലെ തന്നെ എനിക്ക് തലവേദനയാണെങ്കിലും ഒക്കെ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓണാക്കാനും ഓഫ് ചെയ്യാനും അങ്ങനത്തെയൊക്കെ. ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്താണിപ്പോൾ ഇതൊക്കെ എന്നെല്ലാം തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്കിതൊരു ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. പിന്നെ ഇതൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാനിടും. കാരണം എന്നെ കാണുന്ന കുറച്ച് പേര്, വളരെ കുറച്ച് പേരുണ്ട്. ആ കുറച്ച് പേർക്ക് എപ്പോഴും എൻ്റെ കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെ കൂടെ കാണിക്കാനും, പിന്നെ ഇതൊരു എവർലാസ്റ്റിംഗ് മെമ്മറി അല്ലേ, എപ്പോഴും എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ഒരു ഫോൺ സ്റ്റോറേജിൽ ഈ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ലിമിറ്റേഷൻസ് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ യൂട്യൂബിലിടുമ്പോൾ നമുക്കതെന്താണ്, അത് എന്നും എപ്പോൾ വേണമെങ്കിലും കാണാം. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഞാൻ തന്നെ എൻ്റെ പഴയ വീഡിയോകൾ ചില സമയത്തെല്ലാം ഇരുന്ന് കാണും. അതിന് ഞാൻ കൊടുത്തിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് എനിക്കാണ്. അപ്പോൾ അന്നുള്ള ഒരു മാനസിക സിറ്റുവേഷൻ അല്ല ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പം എല്ലാ സിറ്റുവേഷൻസും നമ്മുടെ ലൈഫും ഡേയ്സും ഒക്കെ മാറി 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 വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നാളെ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ്റെ ഓംലെറ്റ് പ്രിപ്പറേഷനും കഴിഞ്ഞു ഏകദേശം. അപ്പോൾ ചോറും ഓംലെറ്റും കിട്ടും, എന്തായാലും ജീവിച്ചു പോകാനുള്ളത് കിട്ടുമല്ലോ. ഇനിയിപ്പം തൈര് സെറ്റാക്കലാണ് പരിപാടി. വേറെ കറി വയ്ക്കിയ പരിപാടികളൊന്നും ആശാന് വലിയ അറിവില്ലെങ്കിലും തൈരും ഓംലെറ്റും കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ആൾ മുന്നോട്ട് പോകുന്നത്. കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ആ ലിമിറ്റേഷൻസൊക്കെ മനസ്സിലാക്കി കുറച്ചും കൂടെ എല്ലാം അറിയിച്ചുകൊണ്ട് വളർത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും അവർക്ക് എന്താണ് ലൈഫ്, എന്താണ് കാര്യങ്ങളെന്നെല്ലാം മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ആവശ്യപ്പെടുന്ന സമയത്ത് വാങ്ങിച്ചു കൊടുത്താൽ അപ്പം അതങ്ങനെ കിട്ടി ശീലമാകുമ്പം ആ ഒരു ക്യാരക്ടർ തന്നെ മാറിക്കൊണ്ടിരിക്കും. ഇതാകുമ്പം ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവം അവന് പണ്ടേ ഇല്ല. കാരണം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയാം. ഇന്ന് ഫുൾ ഡേ ആൾ ഫുട്ബോളിന് വെയിറ്റിംഗ് ആണ്. കുറേ കാലത്ത് ആളിന് ഫുട്ബോൾ എന്ന ആഗ്രഹത്തിന് വിഷു കൈനീട്ടം കിട്ടിയപ്പം അറിയുന്ന വിഷു കൈനീട്ടം അവൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പം ആ ഒരു പൈസ കൊണ്ട് നമ്മൾ ഫുട്ബോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് വരും. ആ ഒരു ഫുട്ബോളിന് പ്രതീക്ഷിച്ചിട്ടാണ് രാവിലെ മുതൽ ഓരോ ചലഞ്ച് പറഞ്ഞ ത്രില്ലിലാണ് ആൾ നടക്കുന്നത്. ചോറും തൈരും ഓംലെറ്റും ഇത്രയാണ് നമ്മുടെ ലഞ്ച്. ഏറ്റവും അത്ര വലിയ കാര്യമായിട്ടുള്ളത് അല്ലെങ്കിൽ കൂടിയും ഇതൊന്ന് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഇത് വേറെ ഒരു ലെവലാണ് അല്ലേ. നമുക്ക് ഒരുപാട് എന്താ പറയുക, കുറേ കറികളോ കുറേ അങ്ങനത്തെ അതൊന്നുമല്ല. നമ്മൾക്ക് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇത് ചില സംഭവങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും ഒരു ലെവലിലേക്ക് മാറും. സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാവരും പറയുമെങ്കിലും എന്തുകൊണ്ടോ ഞാൻ ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ്. വളരെ ചെറിയ കാര്യങ്ങൾ പോലും എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ ആദ്യക്കുട്ടൻ ലഞ്ചിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവൻ്റെ സ്കൂൾ അസൈൻമെൻറ്റിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കൊറിയർ കിട്ടിയത്. അപ്പോൾ ഈ കറക്റ്റെന്ന് ആളിന് ഫുട്ബോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഹാപ്പിനെസ്സിലാണ് ആൾ. അതിൻ്റെ ഒരു പക്ഷേ പ്രതീക്ഷിച്ച പോലെ അല്ല, ഫുട്ബോൾ വന്നു, പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള ഒരു പമ്പ് കറക്റ്റായില്ല. എങ്കിലും കുഴപ്പമില്ല, ആളത് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ സ്കൂളിൽ വന്നതിന് ശേഷമാണ് ആൾക്ക് ഫുട്ബോളിന് സെലക്ഷൻ കിട്ടിയത് കേട്ടോ. ആൾ ഡിഫൻസിൽ ഇപ്പോൾ നന്നായിട്ട് കളിക്കും. ഞാനിതുവരെ കണ്ടിട്ടില്ല, അവൻ പറയുന്നതാണ് കളിക്കും, ഗോളടിക്കും, സ്കൂളിൽ ടീമിലുണ്ട്, ആൾ പുറത്തെല്ലാം കളിക്കാനും പോവും.
ഒരു പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെന്നാണെങ്കിലും സമയം ഇന്ന് എന്താണെന്നറിയില്ല, പതിവില്ലാതെ പെട്ടെന്ന് പോയി. നമ്മുടെ ഇവിടെ ഒരുപാട് ചിക്കു നിൽക്കുന്നുണ്ട്. ചിക്കുന്നല്ലേ? ചിക്കു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം 4 മണിക്കുള്ള പരിപാടിയാണ്. അവൻ സ്റ്റാർട്ട് ചെയ്തു. ലഞ്ച് കഴിഞ്ഞ് ഫുട്ബോൾ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഒരു ഈവനിങ് സ്നാക്സിനുള്ള സമയമായി. അപ്പോൾ ആളെനിക്ക് ഷേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കും പാലും ബിസ്ക്കറ്റും ഇട്ടിട്ട് അടിക്കുക. പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ അത്ര മധുരം ഉണ്ടാവും ഈ ഒരു പഴത്തിന്. അപ്പോൾ അതാണ് ആളുടെ പരിപാടി. സംഭവം നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കുടിച്ച് സെറ്റായി. എന്തൊരു സുഖമാണല്ലേ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒരു റെസ്റ്റൊക്കെ കിട്ടി ഇങ്ങനെ മക്കൾ ചെയ്തു തരുമ്പം അതൊരു ഹാപ്പിനെസ് തന്നെയല്ലേ? നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളികളും പിന്നെ അവൻ്റെ എഴുത്തും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രി ഡിന്നറിനുള്ള പരിപാടി. ആസ് യൂഷ്വൽ അവൻ അറിയുന്ന പരിപാടി അവൻ സ്റ്റാർട്ട് ചെയ്തു, മാഗി ഉണ്ടാക്കല്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നല്ല ഹാപ്പി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡേ ആയിരുന്നു എനിക്കിന്ന്. അപ്പോൾ നമ്മുടെ ചാലഞ്ച് ഫിനിഷായി. ഇനി എല്ലാവരും നിങ്ങളുടെ അമ്മമാരനെ എപ്പോഴും സഹായിക്കുക, കാരണം നിങ്ങളുടെ അമ്മമാരാണ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ബൈ.